ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ എന്ത് ചെയ്തു, സൺറൂഫും അതേമാതിരി ഇതിൻ്റെ ഗ്ലാസിൻ്റെ വിൻഡോവും ഒക്കെ പിന്നെ മറന്നിട്ടാണ് പോയി, ക്ലോസ് ചെയ്തില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചറാണ്, ഇതിൻ്റെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. 7 സീറ്ററിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കളിക്കുന്ന 2 കിടിലം മുതലാളാട്ടം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് ടൊയോട്ടൻ്റെ ഹൈക്രോസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ടൊയോട്ടൻ്റെ 7 സീറ്റർ വണ്ടികളിൽ ഇപ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടി എന്നുള്ളത് ഒരുപാട് ഓപ്ഷൻസും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇറക്കിയതാണ് ടൊയോട്ടൻ്റെ ഹൈക്രോസിൻ്റെ ഫുൾ ഓപ്ഷനിൽ വരുന്ന ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇപ്പോൾ പുതിയ മോഡലിൽ വരുന്നുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 360 ഡിഗ്രി ക്യാമറ, സീറ്റ് വെൻറ്റിലേഷൻ, റീക്ലൈമർ സീറ്റ്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ZXO എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും കൂടെ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അതിന് അഡാസ് ഫീച്ചേഴ്സും കൂടെ വരും. അഡാസ് ഫീച്ചേഴ്സ് അല്ലാണ്ട് ബാക്കിയുള്ളൊരു സാധനം ഇതിനകത്ത് കുറവില്ല, അത്രയും ഓപ്ഷൻസ് വരുന്ന വണ്ടിയാണ് ടൊയോട്ടൻ്റെ ഹൈക്രോസ് 2023 മോഡൽ. ഇനി അതുപോലെ തന്നെ ഇതിലേറെ ഒരു വർഷം പുറകോട്ടാണെങ്കിലും ഈ വണ്ടി 2022 മോഡലിൽ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്നത് ലക്ഷറി പാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ്. ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു 10 മിനിറ്റിൻ്റെ വീഡിയോ എടുത്താലും അതിൽ പോലും തീരില്ല. ഒട്ടനവധി ഓപ്ഷൻസ് അതിനകത്തുള്ളത്. അഡാസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, അലക്സ കാര്യങ്ങൾ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ സംഗതികളും ഇതിനകത്തും വരുന്നുണ്ട്. പവർ ബേസിലാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെമ്മറി സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ്. ലക്ഷറി പാക്ക് അറിയണ വേരിയൻ്റാണ് ഇതിൽ വരുന്നത്. ഏകദേശം 32 ലക്ഷം റുപ്യോളം പുതിയതിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വണ്ടി വലിയൊരു ഡിഫറൻസിൽ അത്രയും മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ വണ്ടി നമുക്ക് തരുന്നത്. ഹൈക്രോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മഹീന്ദ്രൻ്റെ XUV 700 പുതിയ വണ്ടീനെക്കാട്ടിലും ഒരുപാട് ഡിപ്രിസിയേഷൻ വന്നിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എടുക്കുന്ന ഒരാൾക്ക് ഇപ്പം മുടക്കുന്ന മുതലിനുള്ള എല്ലാ സംഭവങ്ങളും ഈ വണ്ടിക്കകത്ത് ഒതുങ്ങിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെയിൽ വാല്യൂ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതും അടിപൊളിയാണ്. ഇത് 2023 മോഡൽ ZX വേരിയൻറ്റിലുള്ള വണ്ടി. ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് 33,50,000 റുപ്യക്കാണ്. 2023 മോഡൽ ZX 80,000 കിലോമീറ്റർ ഓടി. അതുപോലെ തന്നെ ഇതാണെന്നുണ്ടെങ്കിൽ 2022 മോഡൽ ലക്ഷറി പാക്കിൽ വരുന്ന ഫസ്റ്റ് ഓണർഷിപ്പ്. ഇപ്പോൾ ഇത് അണ്ടർ വാറണ്ടിയിലുള്ളതാണ്. ഏകദേശം ഒരു വർഷത്തേക്ക് വീണ്ടും വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും ബോഡി ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാ ഭാഗം കൊണ്ടും അത്രയും നീറ്റായിട്ടുള്ള വണ്ടിയാണ്. അലക്സ പ്ലീസ് ഓൺ AC. അയ്യോ AC ഓണായി. അലക്സൻ്റെ ഒക്കെ എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടി കേട്ടോ നമ്മളെ XUV 700. ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ XUV 700 ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ സാധനങ്ങൾ ഓരോന്നും അത്രയും സംഗതികൾ ഇതിനകത്ത് പഠിക്കാൻ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ എന്ത് ചെയ്തു, സൺറൂഫും അതേമാതിരി ഇതിൻ്റെ ഗ്ലാസിൻ്റെ വിൻഡോവും ഒക്കെ പിന്നെ മറന്നിട്ടാണ് പോയി, ക്ലോസ് ചെയ്തില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതെന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചറാണ്, ഇതിൻ്റെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. അതേമാതിരി നമുക്ക് ആപ്പിൽ ഇതിൻ്റെ എല്ലാ സംഗതികളും കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വെയിലത്തിടയിൽ വണ്ടി ഇട്ട് പോയി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ AC ഓൺ ആക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് ഫോണിൽ ചെയ്യാം. നമുക്ക് ആപ്പിൾ വാച്ച് ഉണ്ടെങ്കിൽ ആപ്പിൾ വാച്ചിൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സൈഡിൽ നിന്നും അത്രയും ഓപ്ഷൻസ് ഉണ്ട്. കീലെസ് എൻട്രി ഉണ്ട്. കീലെസ് എൻട്രി നമുക്ക് പോക്കറ്റിൽ ചാവി ഉണ്ടായാൽ മതി. നമ്മൾ ജസ്റ്റ് ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 വിൻഡോൻ്റെയും അതിൻ്റെ ഡോർ ഹാൻഡിൽ ഓപ്പൺ ആയിട്ട് വരും പുറത്തേക്ക്. XUV 700 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കണം, ലക്ഷറി പാക്ക് എടുക്കണം. 2 വണ്ടിയിൽ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്രയും നീറ്റ് ആൻഡ് കണ്ടീഷനിൽ തന്നെയാണ് 2 വണ്ടി ഉള്ളത്. പിന്നെ 2 വണ്ടി ഫുള്ള് A to Z ഷോറൂം സർവീസ് ഉള്ളതാണ്. അപ്പോൾ 7 സീറ്ററിൽ ഇങ്ങനത്തെ വണ്ടികൾ നോക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സഫാരി കാർസായിട്ട് കോൺടാക്ട് ചെയ്തോളി. 2 വണ്ടിനെ വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ ഓപ്ഷൻസ് ഒരുപാട് കൂടുതൽ ഇതിനകത്താണെങ്കിലും വിലയും കുറവ് ഇതിന് തന്നെയാണ്. ഒരു XUV 700 നോക്കി അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇനി XUV 700 അല്ല, ഏകദേശം 20 ലക്ഷം റുപ്യ ബഡ്ജറ്റിൽ 7 സീറ്റർ അന്വേഷിച്ച് നടക്കുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഈ വണ്ടി ഒന്ന് വന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുത്തോളി. ഒട്ടനവധി ഓപ്ഷൻസ് ഉള്ളൊരു വണ്ടി. 2022 മോഡൽ ലക്ഷറി പാക്ക് ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വണ്ടി. ഇപ്പോഴും അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന വണ്ടി നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വെറും 20,75,000 റുപ്യക്കാണ്. അതുപോലെ തന്നെ ഹൈക്രോസ് തരുന്നത് 33,50,000 റുപ്യക്കും. അപ്പോൾ ഈ 2 വണ്ടികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സഫാരി കാർസിൻ്റെ മലപ്പുറത്തുള്ള കരുവാരക്കുണ്ട് ഷോറൂമിലാണ്. അപ്പോൾ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്